കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രയാസം മാത്രമാണ് പ്രചരണ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമായി എന്ന വിലയിരുത്തലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. എലക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ചതും എലക്ഷൻ വന്നാൽ ഗുണവും UDF മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കൂടിയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് നിലമ്പൂരിൽ നിന്നുണ്ടാകും. ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് UDF സുസജ്ജമാണ്. ഞങ്ങൾ അവിടെ 263 ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു. പുതിയതായി വന്ന 59 ബൂത്ത് കമ്മിറ്റികളടക്കം 263 ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഞങ്ങൾ 8000-ലധികം പുതിയ വോട്ടർമാരെ ഞങ്ങൾ നിലമ്പൂരിൽ ചേർത്തിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണമില്ലായ്മൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും. ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെടും. പാസ് മാർക്ക് പോലും ഇല്ലാതെ, കൺഡൊണേഷൻ പോലും പറ്റാത്ത രീതിയിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഈ സർക്കാരിന് ഉണ്ടാകുവാൻ പോവുകയാണ്. PV അൻവർ രാജിവെച്ചതുകൊണ്ട് കടന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു ഇനി നിലമ്പൂർ. മൂന്നാം പിണറായി സർക്കാരിനായി CPM രാഷ്ട്രീയ കളമൊരുക്കുമ്പോൾ വരുന്ന ജനവിധി. ആ പ്രോഗ്രസ് റിപ്പോർട്ട് വലിച്ചു കീറുമെന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് അംഗം വെട്ടാനുള്ള തെരഞ്ഞെടുപ്പ്. പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് BJP ക്യാമ്പ് ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. അൻവറിന്റെ UDF പ്രവേശനത്തിനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുന്ന തെരഞ്ഞെടുപ്പ്. തുടർ ഭരണമോ ഭരണമാറ്റമോ എന്ന ചോദ്യത്തിന് ഈ ഫലം സൂചന നൽകിയാലും ഇല്ലെങ്കിലും നിലമ്പൂർ എല്ലാ മുന്നണികൾക്കും വെറുമൊരു ഉപതെരഞ്ഞെടുപ്പല്ല. അവകാശവാദങ്ങളുടെ ബഹളവും അപരപക്ഷത്തോട് ഗ്വാഗ്വാ വിളികളുമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ. മൂന്നാം LDF സർക്കാരിലേക്കുള്ള തുടക്കമെന്ന് CPM-ഉം വിജയപ്രതീക്ഷ 101% കോൺഗ്രസും പിണറായി സത്തിന്റെ അവസാനത്തെ ആണിയായിരിക്കുമെന്ന് PV അൻവറും ഉദ്ഘോഷിക്കുന്നത് ഈ മണിക്കൂറുകളിൽ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാകുമോ നിലമ്പൂർ? തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ എന്ത് വില കൊടുത്തും ജയിക്കുക എന്ന മുന്നണികളുടെ പോരാട്ടത്തിൽ ആര് നേടും മേൽക്കൈ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേരുന്നുണ്ട് JR പത്മകുമാർ, റിജി ലൂക്കോസ്, N ശ്രീകുമാർ, ഒപ്പം KPO റഹ്മത്തുള്ള. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് PV അൻവർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PV അൻവർ, വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ അടിച്ചേൽപ്പിച്ചതാണ്. അതായിരിക്കും ജനം പോളിംഗ് ബൂത്തിൽ ചോദിക്കുക എന്നാണ് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരെല്ലാവരും പറയുന്നത്. എന്താണ് മറുപടി? അത് ശരിയല്ലല്ലോ. എങ്ങനെയാണ് ആത്മവിശ്വാസം ഇല്ലല്ലോ? LDF-ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം ചോദിച്ച് തീർന്നതിന് മുമ്പ് ഒരിക്കലുമല്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുന്ന എവിടെയാ? അതിൽ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസവും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? 9 വർഷം നാട് ഭരിച്ച ആ നാടിന്റെ നന്മകൾ കൊണ്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്, മിന്നുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒളിച്ചോടുന്നു ഇത് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന് ചോദിക്കുമ്പോൾ. പിന്നെ എവിടെയാണ് ആത്മവിശ്വാസം? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷ ക്യാമ്പിൽ ഇല്ലല്ലോ. ആത്മവിശ്വാസമുള്ളത് UDF ക്യാമ്പിലാണ്. UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും. ജനങ്ങൾ പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്യും. അതല്ലേ വസ്തുത. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിലൊന്ന്, ഇതിൽ ജയിക്കുകയാണെങ്കിൽ ശരി, CPM-നെതിരെ അൻവർ പറഞ്ഞ വാദങ്ങൾ അത് അംഗീകരിക്കപ്പെട്ടു. പക്ഷെ തോൽക്കുകയാണെങ്കിൽ അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമോ? അങ്ങനെ ഒരു വിഷയം അതിൽ ഉദിക്കുന്നില്ലല്ലോ. അവരാദ്യം പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടില്ല. അൻവർ പറഞ്ഞ വാദങ്ങൾ ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയമുണ്ടാകുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാകും. അല്ലെങ്കിൽ അൻവറിന്റെ ക്രെഡിബിലിറ്റി പോകുമെന്നാണ് അവർ പറഞ്ഞതെങ്കിൽ അത് സ്വാഗതം ചെയ്യാണ്. ആ പറഞ്ഞതിൽ അവർ ഉറച്ചു നിൽക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഈ CPM ഇതുവരെ, ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ല. ഇടത് സ്വതന്ത്രനായേക്കും എന്ന് പറയുന്നത്, ഇടത് സ്വതന്ത്രൻ ഒരു പക്ഷേ മുൻപ് താങ്കളെ നിലമ്പൂരിൽ താങ്കളെ ഉപയോഗിച്ച് എങ്ങനെ നിലമ്പൂർ തിരിച്ചു പിടിച്ചു അതേ മാതൃക ആലോചിക്കുകയാണോ? അതോ പാലക്കാട് പോലെ കോൺഗ്രസിനകത്ത് നിന്ന് UDF-നകത്ത് നിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനായിരിക്കുമോ CPM വിചാരിക്കുന്നത്? മുൻപുണ്ടായിരുന്ന പാളയമല്ലേ? PV അൻവറിന് എന്ത് തോന്നുന്നു?
അല്ല, അതിപ്പോ പാലക്കാട് അവർ അനുഭവിച്ചല്ലോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ഉണ്ടായതെന്ന്. ഇനി അങ്ങനെ കുറുക്കന്റെ കണ്ണുമായിട്ടാണ് അവർ ഇരിക്കുന്നത്, നമുക്കറിയാം. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്ന് നിലമ്പൂരിൽ മത്സരിച്ചാലും റിസൾട്ട് പരാജയമാണ്. ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വെമ്പി നിൽക്കുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾ 70% നിലമ്പൂർ മണ്ഡലത്തില്. എന്താണ് അവരുടെ ജീവിതസ്ഥിതി? പുറത്തിറങ്ങാൻ കഴിയുമോ? പുറത്തിറങ്ങാൻ കഴിയില്ല. 7 മണിയായാൽ കടകൾ അടക്കുകയാണ്. 4 മണിക്ക് വിടേണ്ട സ്കൂൾ 2 മണിക്ക് വിട്ടുകൊണ്ടിരുന്നു മാർച്ച് 31 വരെ. നാട്ടിലാകെ ആനയും പറഞ്ഞ കടുവയും പന്നിയുമായിട്ട് മൃഗങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാൻ, വീടിന്റെ പുറത്തേക്ക് വെളിച്ചം വരാതെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാർഷിക മേഖല പരിപൂർണമായും തകർന്നു കഴിഞ്ഞു. ആകെ ബാക്കിയുള്ളത് ഈ ആനയും പന്നിയും കുത്തിക്കഴിഞ്ഞതിന് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് റബ്ബറാണ്. ആ റബ്ബർ വെട്ടാൻ പോകുന്ന പാവപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികളെ എത്ര എണ്ണം മരിച്ചു നിലമ്പൂരിൽ? കടുവ പിടിക്കുന്നു, ആന ചവിട്ടി കൊല്ലുന്നു, മറ്റു മൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എന്താ ഈ ഗവൺമെന്റ് ചെയ്തത്? ഈ മലയോര മേഖലയിലെ 489 പഞ്ചായത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പശ്ചിമഘട്ടം. ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഈ മനുഷ്യരെയും മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 100 രൂപ ഈ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ടോ? വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന വലിയ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുമ്പോ മനുഷ്യന് ജീവിക്കാനുള്ള മാർഗമൊരുക്കി കൊടുത്തിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? ആ ജനങ്ങളുടെ ഇടയിലേക്കല്ലേ ഇവര് വോട്ടും ചോദിച്ചിട്ട് 4 കൊല്ലത്തെ വികസന നേട്ടവുമായിട്ട് എന്തോ ഒരു പ്രോഗ്രസ് കാർഡായിട്ട് വരുന്നുണ്ടെന്നാണ് ആരെന്ന് പറയുന്നത് കേട്ടു. വരട്ടെ അങ്ങോട്ട് കാർഡായിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. ജനം അവിടെ കാത്തിരിക്കുകയാണ് ആ പ്രോഗ്രസ് കാർഡ് കാണാൻ. ഈ സി പി എം സ്വതന്ത്രനായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പാർട്ടിക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല? അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടോ? അല്ല, അതൊരു ധാരണയായല്ലോ. അതറിഞ്ഞില്ലേ? സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ BJP മത്സരിക്കുന്നില്ലല്ലോ, അതറിഞ്ഞില്ലേ? BJPയും CPM ഒറ്റ സ്ഥാനാർത്ഥിയെ തിരയാണ്. അവർ ഒരുമിച്ച് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഇത് കുറെ മുമ്പേ ഞാൻ പറയാൻ തുടങ്ങിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4-5 മാസമായി ഇടത് വലത് മുന്നണികൾ അവിടെ പ്രവർത്തനം നടത്തുമ്പോഴും ഒരു BJP അവിടെ കണ്ടിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SNDPയുടെ സെക്രട്ടറി പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞെല്ലാവരും കേട്ടതാണല്ലോ. അങ്ങനെ അവിടെ ഒരു വർഗീയതക്ക് വഴിമരുന്നിട്ട് പുള്ളി പോയിരിക്കുകയാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം. ആ നിർദ്ദേശപ്രകാരം തന്നെ SNDPയും CPM-ഉമായിട്ട് അവിടെ ധാരണയായല്ലോ. അവർ അന്വേഷിക്കുന്ന സ്ഥാനാർത്ഥി 2 കൂട്ടരും ഒരുമിച്ച് 2 കൂട്ടർക്കും യോജിക്കാവുന്ന സ്ഥാനാർത്ഥി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥി വരും, വരട്ടെന്ന്. ശ്രീ പി വി അൻവർ, ആ തരത്തിൽ അങ്ങനെ ഒരു ബന്ധം CPM-ഉം BJP-യും ഒക്കെ പറയുമ്പോൾ ഇപ്പോഴും കോൺഗ്രസിന് അകത്തു നിന്ന് ആരെങ്കിലും ആകുമോ ഇടത് സ്വതന്ത്രർ എന്നുള്ള വാർത്തകളും പറക്കുന്നുണ്ട്. ആര്യടൻ ഷാക്കൂത്തിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം ചില പുകച്ചിലുകളൊക്കെ പുറത്തു വന്നതാണ് ഒരു സമയത്ത്. വാർത്തകൾക്ക് വല്ല പഞ്ഞുണ്ടോ നമ്മുടെ കേരളത്തില്? വല്ല പഞ്ഞുണ്ടോ? വാർത്തകൾ വരട്ടെന്ന്. വാർത്തകളും വസ്തുതയും തമ്മിൽ, ആനയും അമ്പാരിയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതായത് UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ആരും ആകില്ല ഇടത് സ്ഥാനാർത്ഥി, അത് PV അൻവറിന് ഉറപ്പുണ്ട്? അല്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ നമുക്കിപ്പോ 2-3 ദിവസം കൊണ്ട് അറിയാലോന്നേ. നമ്മളെന്തിനാ ബേജാറാവുന്നു? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷാൽ പിണറായി വന്ന് മത്സരിച്ചാലും അവിടെ വിജയം ജനങ്ങളുടേതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലല്ല. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലാണ്, മരുമോനിസവും ജനങ്ങളും തമ്മിലാണ്. ആ ഏറ്റുമുട്ടലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥിക്കോ ഇപ്പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥിക്കോ ഒരു പ്രസക്തിയും നിലമ്പൂരിനെ സംബന്ധിച്ചില്ല. 2 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജനങ്ങൾ ജീവിക്കണോ അല്ല മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച്. ആ വോട്ടർമാർ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരിശ്രമം അവർ നടത്തും. അത് വോട്ടായി ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയുള്ള വോട്ടായിട്ടത് മാറും. അത്രയേ ഉള്ളൂ. ഓക്കെ, നന്ദി. ശ്രീ PV അൻവറാണ് നമുക്കൊപ്പം ചേർന്നത്, പ്രതികരിച്ചത്. ഞാൻ പാനലിസ്റ്റുകളിലേക്ക് അടക്കുമ്പോൾ ആദ്യം CPM നിരീക്ഷകൻ റെജി ലൂക്കോസ് ഉണ്ട്. റെജി ലൂക്കോസ്, പിണറായി വിജയൻ വന്നാലും അവിടെ ജയിക്കില്ല എന്ന് പറയുന്നത് PV അൻവറാണ്. അൻവറിന് അവിടെയുള്ള സ്വാധീനം അത് UDF-ഉം ഒറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിർണായക ശക്തി അൻവറാകുമോ? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഒരു ഇടത് സ്വതന്ത്രൻ എന്നുള്ളൊരു വാർത്തകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നിൽക്കുന്നത്? എന്തായിരിക്കും കാരണം? അല്ല, അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥി കണ്ടത് അതുള്ള ഒരു വളരെ എന്താ പറയുക നിസ്സാരമായ ഒരു കാര്യം മാത്രമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് തന്നെ. ചിലപ്പോൾ സ്വതന്ത്രരെ പരീക്ഷിക്കുക. ഈ സാക്ഷാൽ PV അൻവറിനെ തന്നെ ഇവിടെ സ്വതന്ത്രനായിട്ടില്ല 2016 പരീക്ഷിച്ചത്. ഇവിടെ നിലമ്പൂരിലെ വിധിയെഴുത്ത് PV അൻവർ അതിലുള്ള ഒരു വിധിയെഴുത്തായിരിക്കും, അത് യാതൊരു തർക്കവുമില്ല.
ചതിച്ചിട്ട് പോയാൽ തങ്ങൾ വിജയിപ്പിച്ച മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാരെ വഞ്ചിച്ചിട്ട് പോയി മറ്റൊരു താവളം തേടിപ്പോയി അലഞ്ഞു തിരിയുന്ന ഇപ്പൊ രാഷ്ട്രീയപരമായ പ്രസക്തി നഷ്ടപ്പെട്ട അൻവറിനെതിരെയുള്ള ജനവിധി കൂടിയായിരിക്കും. അതുകൂടാണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് തുടർച്ചയായ 9 വർഷങ്ങൾ കൊണ്ട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നേടിയെടുത്ത വൻ വികസന കുതിപ്പിനും അനുകൂലമായിട്ടായിരിക്കും നിലമ്പൂർ വിടുതി എഴുതാൻ പോകുന്നത്. അൻവർ പലരെയും തോന്നുന്നു. അൻവറിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അത് പ്രസക്തമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ നിലമ്പൂരിൽ ചർച്ചാ വിഷയമാകുന്ന അദ്ദേഹം വഞ്ചിച്ചതിനെ കുറിച്ചായിരിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ വികസനത്തിന്റെ കാര്യത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചു, താൻ ആവശ്യപ്പെട്ട തുകയില്ലെന്ന്. പിന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകിച്ച് കവലപ്പാറയുള്ള പോലെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന LDF വിട്ട് രാജിവെച്ച് ഇപ്പൊ എങ്ങും എത്താത്ത രീതിയിലേക്ക് പോയതിന് കാരണം എന്തുകൊണ്ടാണ്? ശരിക്കും ഇവിടെ വഞ്ചനല്ലേ? കേരളം പോലുള്ള സംസ്ഥാനത്തിനോട് ചതി വരും ചെയ്ത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട PV അൻവറിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയായിരിക്കും എന്ന കാര്യം തർക്കമില്ല. രണ്ടാമത് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത് പറയാനുള്ളത്, കോൺഗ്രസ് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലെത്തിയിരിക്കും. ചെകുത്താനും കടലിനും ഇടയ്ക്കുക. VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട PV അൻവർ MLA സ്ഥാനം രാജിവെച്ചോടെ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റും. ഇന്നിപ്പോ രാവിലെ 9 മണിക്ക് ന്യൂസ് സൈറ്റിൽ ഉൾപ്പെടെ ബ്രേക്ക് ചെയ്തതാ. ഇപ്പൊ 7 മണിക്കൂറായി. ഈ 10 മണിക്കൂറിനിടയ്ക്ക് അവർക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റില്ല. അതിന് നമ്മൾ വിമർശിക്കുന്നില്ല. ഒരുപക്ഷെ അനൗൺസ് ചെയ്യാനുള്ള താമസം ഉണ്ടായിരിക്കും. പക്ഷെ ഒറ്റ ചോദ്യം ചോദിക്കുന്നില്ല, ആർക്ക് സ്ഥാനാർത്ഥി കൊടുക്കും? VS ജോയിക്ക് കൊടുക്കുമോ അതോ പിന്നെ ആര്യണം ഷൗക്കത്തിന് കൊടുക്കുമോ എന്ന ചോദ്യം. അവരിൽ ആരും രണ്ടുപേരും തന്നാലും രണ്ടുപേരും PR വർക്കുകളൊക്കെ തുടങ്ങിയാൽ ആര് തന്നാലും കാല് വരും. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഇപ്പൊ നിലമ്പൂർ സംഭവിക്കാൻ പോകുന്ന UDFന്റെ തകർച്ചയുടെ അവസാനത്തെ അധ്യായമായിരിക്കും നിലമ്പൂരിൽ നിന്നും സംഭവിക്കാൻ പോകുന്നത്. കേരള ജനത വിധി എഴുതാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ട് UDF തകരുന്ന തകർച്ചയിലേക്ക് ആണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് നിലമ്പൂർ കാണാൻ പറ്റും. അതാണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞത്. ഈ കാര്യം എക്സാജറേറ്റ് പറഞ്ഞല്ല, അൻവറിന്റെ വാക്കുകൾ തന്നെ അതിൽ വല്ലാത്തൊരു പരിഭ്രമം വരുന്നുണ്ട്. പിണറായിസ് എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അത് പുതിയൊരു വാക്ക് പറഞ്ഞു, മരുമോനിസം എന്നൊക്കെ പറഞ്ഞു. ഈ മരുമോനും പിണറായി വിജയനെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയാണ് ഇപ്പൊ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ താൻ പറഞ്ഞ കാര്യങ്ങൾ പോലും വിഴുങ്ങിക്കൊണ്ട് ഒരു കാരണമില്ലാതെ രാജിവെച്ച് ഒരു ഗവൺമെന്റിന്റെ അതിന്റെ വികസനത്തിന്റെ പഴയ മിത്രത്തെ പുതിയ ശത്രുവിനെയാണല്ലോ പേടിക്കേണ്ടത്. ഈ പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ആളാണ് PV അൻവർ. ആ തരത്തിൽ അൻവറിന്റെ പല പ്രസ്താവനകളും ആൾക്കൂട്ടത്തെ ക്ഷണിച്ചും വരുത്തിയിട്ടുണ്ട്. അത് പിന്നീട് എന്താണെങ്കിലും ഇതൊക്കെ കൂടി UDF കണക്കാക്കിക്കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ അൻവറിനെ ചേർത്ത് നിർത്തുന്നത്. ഇപ്പോൾ അവരുടെ ഞാൻ കാര്യം ചോദിക്കണം, അവരുടെ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകല്ലേ അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണ് ഇവർ ഈ UDF എടുക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അതേ എവിടെയെല്ലാം തിരിഞ്ഞ് മറിഞ്ഞു പോയി. അതേ ആദ്യം DMKയുടെ ആങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പത്രസമ്മേളനം നടത്തി, DMKയുടെ ഒരു കൺവെൻഷൻ ഒക്കെ നടത്തി. പിന്നെ ഗൂഡല്ലൂർ, തൊട്ടടുത്ത ഗൂഡല്ലൂരും നാടുകാണി പോലുള്ള അടുത്തുനിന്ന് കുറെ തമിഴ്നാട്ടിലെ ആൾക്കാരെ ഇറക്കി. അവസാനം DMK പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇതിന് അറിയത്തില്ലെന്ന് പറഞ്ഞു. മദ്രാസിൽ പോയി അദ്ദേഹം ടച്ചിലിരുന്നിട്ട് ആരും പരിഗണിച്ചില്ല. അതിനുശേഷം എങ്ങും അടുപ്പിക്കാതിരുന്ന ഒരു കാര്യം ബന്ധപ്പെടുത്തേക്ക് വിചിത്രമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തു. എവിടെയാ? തൃണമൂൽ കോൺഗ്രസ്, പശ്ചിമ ബംഗാളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ത്യയുടെ തെക്കേറ്റത്തെ കേരളത്തിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവരുടെ രാജ്യസഭാ മെമ്പറേയും ലോക്സഭാ മെമ്പറേയും അവതരിപ്പിച്ച കൺവെൻഷൻ നടത്തി. ഇപ്പോൾ അതിന്റെ ഒറിജിനൽ ഘടകം പറയുന്നത് ഞങ്ങൾക്ക് ഇദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല, ഇദ്ദേഹം പറഞ്ഞിരിക്കും ഇദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസോട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഔദ്യോഗിക വർഷം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഈ മനുഷ്യൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട VD സതീശൻ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന്റെ പേര് പോലും ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാരണം 150 കോടി രൂപയുടെ അഴിമതി ആരോപണം നിയമസഭയിൽ VD സതീശനെ ഉന്നയിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ സാദിഖലി തങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഇല്ലേ? അതവർക്ക് മറക്കാൻ പറ്റും. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ഞാൻ തിരികെ എത്താം. ശ്രീ ലൂക്കോസ്, ഞാൻ തിരികെ എത്താം. PV അൻവർ ഏത് തരത്തിൽ ഉള്ള നിർണായക ശക്തിയാകുമെന്നുള്ളൊരു ചോദ്യം ഒക്കെ അവിടെ നിൽക്കുന്നു. ഞാൻ തിരികെ എത്താം. BJP നേതാവ് ശ്രീ JR പത്മകുമാർ നമുക്ക് ശ്രീ JR പത്മകുമാർ, 100-ൽ 101 കിട്ടുമെന്ന് UDF പറയുന്നു. ആ തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ ഇടത് പക്ഷവും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. PV അൻവറിനെ പൊളിച്ചെടുക്കുന്നു. അൻവറും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു. ഇതിനകത്തൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ഇടപെടേണ്ട, ഇങ്ങനെ ഒരു ഈ രണ്ട് മുന്നണികൾക്കും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൽക്കാലം ഈ കളിക്കളത്തിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണോ BJP? അങ്ങനെ BJP അങ്ങനെ ഒരു പ്രത്യേക തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്,
NDA ആണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. NDA തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെങ്കിൽ NDA കൂടിയിട്ട് ആ കാര്യം തീരുമാനിക്കണം. NDA വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മിറ്റി NDAയുടെ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം അവിടെ തീരുമാനിക്കും. കാര്യം മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണികളുടെയും ആഗ്രഹം. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ പ്രസന്റ് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇമ്പോർട്ടൻസും ഇല്ലാത്ത, നമ്മുടെ വികസന രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഈ കേരളത്തിലെ ഭരണത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഈ ജൂൺ 19 പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഇത് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു അകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അവരുടെ കൊടുക്കൽ വാങ്ങലിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, അത് പരിഹരിക്കപ്പെടാൻ കഴിയാതെ വന്ന സമയത്ത് LDFൽ നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു വന്നിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട്, ഇപ്പോൾ അജയ് ലൂക്കോസ് പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ താല്പര്യം അനുസരിച്ച് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ബുദ്ധിമുട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ. കാര്യം ഒരു രാഷ്ട്രീയമായി ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ എന്ത് വേണം ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ NDAയുടെ നിലപാടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അല്ല. ശ്രീ JR പത്മകുമാർ, പാലക്കാട് പോലെ BJPക്ക് NDAക്ക് ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമല്ല. അനുയായികളുടെ എണ്ണം നോക്കിയാലും നിലമ്പൂരിന്ന് സമ്മതിക്കാം. പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതൊരു KJP ആണ് ഭരിക്കാൻ പോകുന്നത്. നേരത്തെ PV അൻവർ പറഞ്ഞത് കേട്ടില്ല. അത് PV അൻവർ മാത്രമല്ല, അത് UDFും പറയുന്നു. CPMും BJPയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJP മത്സരിക്കില്ല. അങ്ങനെ CPMനെ സഹായിക്കാനുള്ള ഒരു ധാരണ നടത്തുന്നത്, അതിന് വേറെന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇനി പറയാൻ വരാനിരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിൽ ഒരു വിഷയം ഈ കറങ്ങി നടക്കുന്നത് കൂടി BJP കാണുന്നുണ്ടാവില്ലേ? ഒരു അധ്യക്ഷ മാറ്റവും ഒക്കെ ഉണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരുപക്ഷെ പ്രവർത്തകരെങ്കിലും വിചാരിക്കില്ലേ അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാകണം പാർട്ടിയെന്ന്? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഞങ്ങൾ ഇതുവരെ NDA മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, ഈ കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വാർത്തകൾ കാണുന്ന ആളുകളാണ്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, CPMും BJPയുമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് BJPയുമായിട്ടോ ധാരണ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കാൻ ഒരുപക്ഷെ അന്ധമായ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ അന്ധമായ കോൺഗ്രസ്സുകാരനോ അല്ലാതെ വേറൊരു ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാൾക്കും കഴിയില്ല. കാരണം ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിനെ തകർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ, ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം. കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറയാൻ തന്നെ ഇവർ തങ്ങളിൽ മത്സരിക്കുന്നത് തന്നെ എങ്ങനെയാ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ പരസ്പരം ചേരിയിൽ നിൽക്കുന്ന ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് നിന്ന് BJP എതിർക്കും. അതാണല്ലോ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നത്. അതേ ഒരവസ്ഥ കേരളത്തിലുണ്ടായാൽ ഇവർ രണ്ടുപേരും ഒന്നിക്കും. അപ്പോൾ ഒന്നിക്കാൻ താല്പര്യമുള്ളതും ഒന്നിക്കാൻ സാഹചര്യമുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുക്കും, അതിൽ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ അത് NDA പാലക്കാട് ഏറെ പ്രതീക്ഷയുള്ള BJPക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാടും ഇതേ ആരോപണം UDF ഉന്നയിച്ചു. എന്നിട്ട് BJPക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞപ്പോൾ ആ ആരോപണം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. BJPയിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി അകത്ത് എന്നൊന്നും ഞാൻ ചോദിക്കില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ആരോപണം വീണ്ടും UDF ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് മുൻകൂട്ടിയായിട്ട് മുന്നിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അല്ല, അത് ആരോപണം, താങ്കൾ ഉന്നയിച്ച വാക്കിനെ ഞാൻ എടുക്കുകയാണ്. അത് ആരോപണമാണ്. ആരോപണം തെളിയിക്കാത്തിടത്തോളം കോളം അത് ആരോപണമായി തന്നെ നിലനിൽക്കും. ആരോപണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ഏതെങ്കിലും ഒരു മുന്നണിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരരംഗത്ത് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കാൻ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മുന്നണി NDAയുടെ മുന്നണി യോഗം കൂടി തീരുമാനിക്കും. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി ഒരു പ്രസക്തിയുമില്ല. കേരളത്തിന്റെ വികസന രാഷ്ട്രീയത്തിൽ ഏതൊരു
യാതൊരു ഇടപെടലും നടത്താൻ പോകുന്നില്ല. കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് യാതൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത് സംസ്ഥാന എക്സ്ചക്കറിൽ കുറേ നഷ്ടമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഇത് വിളിച്ചു വരുത്തിയ അൻവറിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് UDF കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. ഈ CPM-ഉം ഈ അൻവറും തമ്മിലുള്ള തർക്കമാണ് ഇതിനുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനപരമായ കാരണം. ഓക്കെ, ഞാൻ തിരികെത്താം ശ്രീ ജയർപ്പൻ, തിരികെത്താം N. ശ്രീകുമാറിലേക്ക്, രാഷ്ട്രീയ നിരീക്ഷകർ ശ്രീ N. ശ്രീകുമാർ. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പ്, ഈ 5-ൽ 4 സിറ്റിംഗ് സീറ്റുകളാണ് ജയിച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷേ സിറ്റിംഗ് സീറ്റിലെ MLA രാജിവെച്ച് മറുപാളയത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ എന്തിനാണ് UDF-നും കോൺഗ്രസിനുമൊക്കെ ഇത്രയ്ക്ക് ആത്മവിശ്വാസം? നോക്കൂ അപർണ, ഇവിടെ ശ്രീ ജയ പത്മകുമാറിന്റെ നിരീക്ഷണവും അതുപോലെ റെജി ലൂക്കോസിന്റെ നിരീക്ഷണവും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യം ഇല്ലാത്ത രീതിയിലാണ്. റെജി ലൂക്കോസ് പറഞ്ഞ അവിടെ UDF തോൽക്കും, അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. പത്മകുമാർ പറഞ്ഞതില് ഇതിലെന്ത് രാഷ്ട്രീയ പ്രാധാന്യം എന്നാണ് ചോദിക്കുന്നത്. ഒരു 3-4 മാസം മുമ്പല്ലേ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നത്? വലിയ കാലയളവൊന്നും ഇല്ലല്ലോ, അവിടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ ഈ നിലമ്പൂരെത്തിയപ്പോ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതെ വന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ചോദ്യത്തിന് BJP നാളെ ഉത്തരം പറയേണ്ടി വരും. അവർ മത്സരിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അവരുടെ രാഷ്ട്രീയ തീരുമാനം വരുമ്പോൾ അറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ സംശയം ഉണ്ടാക്കിയിരിക്കുകയാണ് വോട്ടർമാർക്കിടയിൽ. കാരണം ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയാണെങ്കിലും BJP-യുടെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ് പത്മകുമാർ. അദ്ദേഹം പറയുന്നതും അവിടെ പ്രാധാന്യമില്ലെന്നാണ് പറഞ്ഞത്, രാഷ്ട്രീയ പ്രാധാന്യമില്ല. അപ്പൊ പിന്നെ നാളെ ഇവർ മത്സരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനു മത്സരിച്ചു എന്നൊരു ചോദ്യത്തെ നേരിടേണ്ടി വരും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് എന്താണ് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായത്? ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി 2016-ലും 2021-ലും ജയിച്ച CPM-ന്റെ സ്വതന്ത്രനായ PV അൻവർ പിണറായി ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് രാജിവെച്ച് പുറത്തു വന്നു. അതാണ് തെരഞ്ഞെടുപ്പിന് കാരണം. അതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? 2016-ലെ 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിച്ച അൻവർ 2024-ലെ 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച അൻവർ 2024 കഴിഞ്ഞപ്പോൾ ഈ LDF ഗവൺമെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച് MLA സ്ഥാനം രാജിവെച്ചു. പുറത്താക്കിയതല്ല, MLA സ്ഥാനം രാജിവെച്ചു. ഈ അഴിമതിക്കെതിരെ പോരാടാൻ ഞാനിതാ MLA പദവി രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരാൾ അതിനുശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യമുണ്ട്. അവിടെ UDF തിരിച്ചു വരുമോ എന്നുള്ള പ്രാധാന്യമുണ്ട്. അവിടെ LDF ജയിക്കുമോ എന്നുള്ള പ്രാധാന്യമുണ്ട്. അവിടെ BJP-യുടെ നിലപാട് എന്താണെന്നുള്ള പ്രാധാന്യമുണ്ട്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം 4 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഉപതെരഞ്ഞെടുപ്പില് UDF-ന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, 2 പേരുടെ പേര് പറഞ്ഞു. ആരെങ്കിലും ആവട്ടെ, LDF-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും അറിയാൻ വയ്യ. അവർക്ക് സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്ന് പറയാൻ വയ്യ. ഇത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിധിയെഴുത്താണെന്ന് പറയാൻ വയ്യ. അവിടെ പാർട്ടി ചിഹ്നം കൊടുക്കണോ അതോ വേറെ ഏതെങ്കിലും സ്വതന്ത്ര ചിഹ്നം കൊടുക്കണോ എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പം. ഇത് മാത്രമല്ല, BJP-യുടെയും NDA-യുടെയും നിലപാട് അനുസരിച്ചിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി വന്നിട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാമെന്ന് ഭരിക്കുന്ന പാർട്ടി, കേരളത്തിലെ 1ാമത്തെ പാർട്ടി എന്ന് പറയുന്ന CPM ഒരു തീരുമാനം എടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, പുതുപ്പള്ളിയിൽ അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. ഒരിക്കൽ മത്സരിച്ച് തോറ്റ, 2ാമത് മത്സരിച്ച് തോറ്റ ഒരാളെ തന്നെ മത്സരിപ്പിച്ചു, അദ്ദേഹം തോറ്റു. തൃക്കാക്കരയിലെ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളെ നിശ്ചയിച്ചു, ചുമരെഴുതി, ആളെ മാറ്റി, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി, പരാജയപ്പെട്ടു. പാലക്കാട് അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ ഭയമായി. അവസാനം എന്തായി? കോൺഗ്രസിൽ നിന്ന് ഒരാൾ വരുമോ എന്ന് കാത്തിരുന്ന് വന്നയാളെ, അതുവരെ ഗവൺമെന്റിനെ വിമർശിച്ച, അതുവരെ CPM നേതാക്കളെ വിമർശിച്ച ഒരാളെ അരിവാൾ ചുറ്റിയ നക്ഷത്രം കൊടുത്തു. അതാണ് ശ്രീ N. ശ്രീകുമാർ, ആ ഒരു ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നു. ഇതാരായിരിക്കും ഇടത് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്? ഇടത് സ്വതന്ത്രനാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചില പേരുകളൊക്കെ പുറത്തു വരുന്നത് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്ര പേരാണ് സ്ഥാനാർത്ഥി മോഹത്തിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന ചൂണ്ട കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണോ എന്നുള്ളതാണ്.
അതായത് ഈ കോൺഗ്രസിൽ നിന്നും എപ്പോഴും ഒരാളെ കിട്ടണമെന്നില്ല. ഞാൻ ഇത് രാഷ്ട്രീയത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപർണ. ഞാൻ ഇവിടെ നിന്നിട്ട് എങ്ങനെയാ പറയുക? നേരത്തെ പത്മകുമാർ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. നേരത്തെ അൻവർ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസിന്റെ ആരെങ്കിലും വരുമെന്ന് വെച്ചപ്പോ അൻവർ എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വേറെ വിഷയം. പക്ഷേ രണ്ടുപേരാണ് അവിടെ സ്ഥാനാർത്ഥികളെ. മാധ്യമങ്ങൾ പറഞ്ഞ എന്താ, ആര്യാടൻ ഷൗക്കത്തിനെ ചിലപ്പോൾ സ്വതന്ത്രനാക്കിയേക്കാം. ആര്യാടൻ ഷൗക്കത്ത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനെതിരെ പ്രതികരിച്ചത്. ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്കൊന്ന് ചോദിച്ചില്ലേ? ആര്യാടൻ മുഹമ്മദിന്റെ മകനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് മരിക്കുമ്പോൾ പറഞ്ഞു അവസാന ശ്വാസം വരെ കോൺഗ്രസ്സുകാരനായിരിക്കണമെന്ന് എന്ന് എന്നോട് പറഞ്ഞത് ഷൗക്കത്ത് പറഞ്ഞ ഓർമ്മയില്ലേ? നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ എങ്ങനെ ഇങ്ങനത്തെ വിലയിരുത്തുന്നത്? പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ല ശ്രീ എം ശ്രീകുമാർ, കോൺഗ്രസിലെ ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട പല മുതിർന്ന നേതാക്കന്മാരുടെയും മക്കൾ BJP-യിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. ഈ പറച്ചിലിന് ചിലപ്പോൾ ഇപ്പോൾ വലിയ റെലവൻസ് കാണില്ല എന്ന് എനിക്ക് ഖേദപൂർവ്വം പറയേണ്ടതായിട്ട് വരുന്നു. ആരാ പോയത്? ഏത് നേതാവാ പോയത്? ഒന്ന് പറ. AK ആന്റണിയുടെ മകൻ വലിയ നേതാവായിരുന്നോ? അല്ലല്ലോ. പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ശരിയാണ്. അവരെന്താ പറഞ്ഞിട്ട് പോയത്? എന്താണ് അവര് പറഞ്ഞത്? എനിക്ക് കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. ആ പരിഗണന എന്താണെന്നുള്ളത് എന്തായാലും ഇവിടെ ഇരിക്കുന്ന മറ്റ് 3 പേർക്ക് കൃത്യമായിട്ട് അറിയാം. റഹ്മത്തുള്ള അടക്കമുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ത് പരിഗണനയെ കൊടുത്തെന്നുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നിലമ്പൂരിലെ കോൺഗ്രസിന്റെ നട്ടലാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്താണോ ജോയിയാണോ സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ ചർച്ച ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടും, നല്ലതാണ്. പക്ഷെ ഷൗക്കത്തിനെ കാത്ത് CPM ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമാണത്. കാരണം ഷൗക്കത്ത് എന്ന് പറയുന്ന ആൾ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു മാസം മുമ്പ്, ഞാൻ ത്രിവർണ്ണ പതാക പുതച്ച് അവസാന നിമിഷം വരെ ത്രിവർണ്ണ പതാക കൊണ്ട് നടക്കണമെന്നോ പുതയ്ക്കണമെന്നോ എന്തോ എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും വിശ്വാസം വരുന്നില്ലേ? ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ നല്ല രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുക പറഞ്ഞ എന്താണ് നല്ല രാഷ്ട്രീയം? ഈ നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ട്. അവർ പ്രഖ്യാപിക്കുന്ന സ്വതന്ത്രൻ ആരായിരിക്കും? BJP-ക്കും കൂടെ ഇഷ്ടമുള്ള ഒരാളായിരിക്കുമോ? എങ്കിൽ BJP മത്സരിക്കുമോ? ഇതൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരിലെ കോൺഗ്രസ് ജയിക്കണമെന്ന് CPM-ന് ആഗ്രഹമില്ല. നിലമ്പൂർ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ജയിക്കണമെന്ന് BJP ആഗ്രഹിക്കില്ല. അപ്പോൾ CPM-ന് BJP-യുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ലഭിക്കുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയേണ്ടത്? എന്താണ്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും എന്നല്ലേ പറയേണ്ടത്? ഏത് തെരഞ്ഞെടുപ്പിനും ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവും. ആ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യം, അല്ലെ ഭരണപക്ഷത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാധാന്യം. ഈ 3 കാര്യങ്ങൾ ഇവിടെയും പ്രസക്തമാണ്. പാലക്കാട്ട് BJP-ക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്നത്? അവര് 2ാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസ് 3000 വോട്ടിനാണ് ജയിച്ചത്. BJP 2ാം സ്ഥാനത്ത്, CPM 3ാം സ്ഥാനത്ത്. അപ്പോഴവിടെ അവർക്ക് പ്രാധാന്യം വന്നു. അവിടെ പക്ഷെ അവർ മത്സരിച്ചപ്പോൾ BJP-യുടെ നഗരസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നേറി. 3000 ഭൂരിപക്ഷം 18,000 വർദ്ധിച്ചു. ഇവിടെ നിലമ്പൂരോ BJP-ക്ക് അവർക്ക് സ്വാധീനം കുറവാണ്. പക്ഷെ സ്വാധീനം കുറവാണെങ്കിൽ അവരെന്താ പറയുന്നത്? കേരളത്തിൽ BJP വളരുകയാണെന്നല്ലേ? വളരുന്നൊരു പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ ഒളിച്ചോടുന്നത് ശരിയാണോ? അവിടെ സ്ഥാനാർത്ഥി നിർത്തണ്ടേ? 10 വോട്ട്, അതാണ് ഞങ്ങളുടെ വോട്ടെന്ന് പറയാനുള്ള ധൈര്യവും ആർജവും കാണിക്കേണ്ടേ BJP? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ? നരേന്ദ്രമോദിയുടെ പാർട്ടിയല്ലേ? അവരെന്താ പറയേണ്ടത്? ഇവിടെ പ്രാധാന്യമില്ലെന്നാ പറയാ. ഞങ്ങൾ മത്സരിക്കും. തോൽവിയും ജയവും ഒക്കെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇടതുമുന്നണി എത്ര തോറ്റിരിക്കുന്നു, കോൺഗ്രസ് എത്ര തോറ്റിരിക്കുന്നു. പക്ഷെ BJP-യുടെ രാഷ്ട്രീയ നീക്കം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് CPM-ഉം BJP-യും തമ്മിലുള്ള വലിയ ബന്ധങ്ങൾ, RSS-ഉമായിട്ട് ADGP ചർച്ച നടത്തിയതിനെ തുടർന്നുള്ള ബന്ധങ്ങൾ, ഈ അടുത്ത ദിവസം ഗവർണർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയിട്ട് അദ്ദേഹത്തെ ആ പിറന്നാൾ ദിനത്തിൽ ആശംസിച്ചു. നല്ല കാര്യമാണ്. കേരള ഗവർണറെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കാരമായിരിക്കാം. പക്ഷേ എല്ലാവരും നമ്മൾ രാഷ്ട്രീയം കാണുന്നവരാണ്. കേരള ഗവർണറോടെ ഒരു മൃദു സമീപനം ഇപ്പോഴത്തെ ഗവർണറോട് CPM പുലർത്തുന്നു. ഡൽഹിയിലേക്കുള്ള ഗവർണർ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനാണല്ലോ ശ്രീ പത്മകുമാർ. അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു പാലം, അത് നല്ല ഗവർണർമാരാണെങ്കിൽ അത് മികച്ച രീതിയിൽ കൊണ്ട് നടക്കും. അതൊക്കെ നമ്മൾ സംശയിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലമ്പൂർ പ്രസംഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വീകരണത്തിൽ പോയിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്?
അതും കൂടെ ആലോചിക്കണം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം രണ്ടിരട്ടിയാണ് ശ്രീ പത്മകുമാർ. അവിടെ ഇടതു മുന്നണിയും BJPയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരം വരുമോ എന്നുള്ളതല്ല, അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാടിയ CPM സ്വതന്ത്രൻ പുറത്തു വന്ന് MLA സ്ഥാനം രാജിവെച്ച് പുറത്തു അല്ല ശ്രീ എൻ സി പറയാൻ ഒരു കാര്യം ഒറ്റ ഇതിലൊരു UDF-ന്റെ ഒരു ഫോക്കസ് പോകുന്നത് അൻവർ ചതിച്ചു, അൻവർ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടു ജനങ്ങളെ എന്ന് BJP പറയുന്നു. CPM അത് ആവർത്തിക്കുന്നുണ്ട്. CPM മത്സരത്തിൽ നിന്ന് മാറാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ UDF-ന്റെ ഫോക്കസ്, കോൺഗ്രസിന്റെ ഫോക്കസ് എന്താണ്? സർക്കാരിനെതിരെയുള്ള ആ പ്രചാരണമായിരിക്കുമോ അതോ CJP ആയിരിക്കുമോ? ഇത് രണ്ടും കൂടി ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും ഫോക്കസ് ചെയ്യുക? നോക്കൂ അപർണ, അതായത് BJPയും CPM തമ്മിലുള്ള ബന്ധം അവിടെ നിൽക്കുമ്പോൾ തന്നെ കേരള ഗവൺമെന്റിനെതിരായ പൊതുജന രോഷം നിങ്ങളല്ലേ അപർണയുടെ ചാനൽ എത്ര ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നു? റോഡ് പാതാളത്തിലേക്ക് പോകുന്നത് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത്? അപർണയല്ലേ റിപ്പോർട്ട് ചെയ്തത്? വന്യമൃഗ ശല്യം അപർണയല്ലേ റിപ്പോർട്ട് ചെയ്തത്? കേരളത്തിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോഴാണ് 2 മാസത്തെ കൊടുക്കാൻ തീരുമാനിക്കുന്നത്, അപർണയല്ലേ റിപ്പോർട്ട് ചെയ്തത്? SFIO അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അതുപോലെ തന്നെ കേരളത്തിലെ പിൻവാതിൽ നിയമനം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ആശാവർക്കർമാരുടെ സമരം അവരിപ്പോഴും നരകിക്കുകയാണ് ഈ മൺസൂൺ മഴക്കാലത്ത് കഠിന മഴയിൽ, നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത്? ജോലി ഉദ്യോഗാർത്ഥികൾ, വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ തൊഴിൽ കിട്ടാതെ തിരുവനന്തപുരത്ത് കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചതും ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്ന് ചോര ഒലിപ്പിച്ചതും അവരുടെയല്ലേ റിപ്പോർട്ട് ചെയ്തത്? അതൊക്കെ തന്നെയാണ് കാര്യം. ഈ റിപ്പോർട്ടെല്ലാം വെച്ചുകൊണ്ടാണ് ഗവൺമെന്റിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി നേതാക്കൾക്കും ഇത് വിലയിരുത്തലാകുമെന്ന് പറയാൻ മതി. ഞാനിന്ന് വിചാരിച്ചത് കേരള മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ ചർച്ചയാകുമെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? പ്രോഗ്രസ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട എന്താ? റോഡായിരുന്നു. മിണ്ടാൻ പറ്റൂ അപർണ? നിലമ്പൂര് മിണ്ടാൻ പറ്റൂ? ഇന്ന് BSY എന്താ പറഞ്ഞേ? അപർണ നിലമ്പൂരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ, ദേശീയപാത വഴി വരികയാണെങ്കിൽ സൂക്ഷിക്കണം എന്നാ പറഞ്ഞത് അല്ലേ? അതാണ് കാര്യം. അപ്പൊ അതൊക്കെ കോൺഗ്രസ് ഒന്ന് സ്വരൂപിച്ചാൽ മതി. എന്ത്? ഈ ജനവികാരത്തെ ഒന്ന് സ്വരൂപിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷമായിരിക്കും. 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തില്. 55,000 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അപ്പൊ BJP ചിലപ്പോ ഒന്ന് ആലോചിക്കും, ശ്രീ പത്മകുമാറിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലെന്ന് പറയുമ്പോഴേ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് വരുന്നത് മോശമായിരിക്കും. പത്മകുമാർ എത്രയും പെട്ടെന്ന് പത്മകുമാർ BJP പ്രസിഡന്റ് ഈ കാര്യം ഓർമ്മിപ്പിക്കണം. സ്ഥാനാർത്ഥിയെ നിർത്തണം, മത്സരിക്കണം, ജയവും തോൽവിയും പോട്ടെ. അതല്ലെങ്കിൽ ഈ CJP എന്ന് ഞാൻ ഉന്നയിക്കാറില്ല ആ പദം, അത് കോൺഗ്രസ്സുകാർ പറഞ്ഞ ആ പദത്തിന് പ്രാധാന്യമേറും. യെസ്, ഞാൻ തിരികെ എത്താം. മാധ്യമപ്രവർത്തകർ ശ്രീ KP റഹ്മത്തുള്ള നമുക്കൊപ്പം ചോദിച്ചു. ശ്രീ KP റഹ്മത്തുള്ള, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യണം. അതാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്ത് ഈ പാതകളെല്ലാം വിള്ളലുണ്ടായത് ചർച്ച ചെയ്യണം. അത് ഒരു വശത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് അത് അൻവറിൻ്റെ രാജിവെക്കൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടതാണ് എന്നുള്ള ആരോപണം. ഒപ്പം BJP ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളൊരു വാർത്ത. കാരണം ഒരു തലമല്ല, പല തലത്തിലാണ്. ഈ ആദ്യം 2016 1500 വോട്ടാണെങ്കിൽ 2700 3000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം അൻവറിന് കിട്ടിയ സ്ഥലമാണ്. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. ആർക്കൊപ്പം സിറ്റിംഗ് സീറ്റ് ഉണ്ടാകുമെങ്കിൽ മുമ്പുണ്ടായിരുന്ന MLA മറ്റൊരു സ്ഥലത്ത്, പാർട്ടി ഈ വശത്ത്, എത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു സിറ്റുവേഷനാണ് നിലമ്പൂരിൽ? അൻവർ ശക്തനല്ല അല്ലെങ്കിൽ അൻവർ പ്രസക്തനല്ല എന്ന ഇടതുപക്ഷത്തിന്റെയും മറ്റും വിലയിരുത്തലിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. സ്വതന്ത്രനായി വയനാട് മണ്ഡലത്തിൽ, ലോകസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 1,00,000 വോട്ട് നേടിയപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവറിനെ സ്വതന്ത്രനായി CPM അവതരിപ്പിച്ചത്. അതിനു മുമ്പ് DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ നിലമ്പൂരിൽ ആര്യാടനെതിരെ നിർത്തി അദ്ദേഹം 2000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ മുസ്ലിം ലീഗ് നേതാവായിരുന്ന മമ്പാട് അബ്ദുറഹ്മാൻ മാസ്റ്ററെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. ഈ ഒക്കെ ചിന്തയിൽ നിന്നാകാം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ലഭിക്കുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സർക്കാരിന്റെ അഴിമതിക്കെതിരെ, സർക്കാരിന്റെ പോലീസിലെ പക്ഷപാതിത്വത്തിനെതിരെ, പോലീസിന്റെ നെറികെട്ട നടപടികൾക്കെതിരെ
സ്വന്തം പാർട്ടിയിലും സ്വന്തം മുന്നണിയിലും പറഞ്ഞ് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നത്. അൻവറിന് ഇപ്പോഴും നിലമ്പൂരിൽ നല്ല സ്വാധീനമുണ്ട് എന്നതിന്റെ തെളിവാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണമാറ്റമുണ്ടായത്. LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് UDFന് നൽകാൻ അൻവറിന് സാധിച്ചു. അത് തന്നെയാണ് അൻവറിന്റെ വിജയം. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ പോലും സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നതിൽ അൻവർ വിജയിച്ചിരുന്നു എന്നതാണ് സത്യം. കഴിഞ്ഞ നിലമ്പൂർ നഗരസഭ ആദ്യമായി ഇടതുപക്ഷം ഭരണം പിടിച്ചപ്പോൾ അതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് PV അൻവർ ആയിരുന്നു. അൻവർ ഇപ്പോൾ കുറച്ചു നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് മുൻപന്തിയിൽ വരാൻ പോകുന്നത് എന്നാണ്. മലയോര മേഖലയാണ്, 70% മലയോര വോട്ടർമാരുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖല നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ വിഷയമാകുമെന്ന് തീർച്ചയാണ്. മലയോര മേഖലയിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് സത്യം. വന്യജീവികളുടെ ശല്യം മൂലം ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അവിടുത്തെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു എന്നതാണ് സത്യം. അൻവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ ആകെയുള്ളത്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA ഫണ്ട് ചെലവഴിച്ച ആളാണ് അൻവർ. അതിന്റെയൊക്കെ ആനുകൂല്യം ഇടതുപക്ഷത്തിനല്ല, മറിച്ച് അൻവറിനാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അൻവർ പ്രശ്നമല്ല എന്ന് പറയുന്ന ഇടതുപക്ഷം അൻവർ നടത്തുന്ന യോഗങ്ങളിലും അതിനൊക്കെ മറുപടി പറയാൻ സമയം കണ്ടെത്തുന്നു എന്നത് തന്നെയാണ് സത്യം. ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ കുറിച്ച് മിണ്ടുന്നില്ല എന്നത് ശരിയല്ല. കാരണം DYFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷബീറോ അല്ലെങ്കിൽ നേരത്തെ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച് ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റ 5000 വോട്ടുകൾക്ക് മാത്രം തോറ്റ പ്രൊഫസർ തോമസ് മാത്യുവോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം അതായത് ഏതെങ്കിലും ഈ മറുപാളയത്തിൽ നിന്ന് വലിക്കാനുള്ള സാധ്യത, ഇടത് സ്വതന്ത്രൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നടക്കുന്ന വാർത്തയിൽ കഴമ്പില്ല എന്നാണോ? അത് ചോദിച്ചപ്പോൾ അൻവർ പോലും ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പ്രതികരണം നടത്തിയാണ് പോയത്. ഇടതുപക്ഷത്തിന് കോൺഗ്രസിൽ നിന്നോ ഇടതുപക്ഷ പാളയത്തിൽ UDF പാളയത്തിൽ നിന്നോ ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. എന്നെ പോലുള്ളവർ മനസ്സിലാക്കിയിരുന്നത് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിലെടുക്കുമായിരുന്നുവെങ്കിൽ M സ്വരാജിനെ പോലെ, നിലമ്പൂർ സ്വദേശിയായ M സ്വരാജിനെ പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയെങ്കിലും ഞങ്ങൾ കാണുമായിരുന്നു. അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, തോമസ് മാത്യുവിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിനെയും പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നോ UDFിൽ നിന്നോ ഒരാളെ പോലും ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി ലഭിക്കാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് സത്യം. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊന്നും വ്യക്തമായി ഒന്നും പറയുന്നില്ലെങ്കിലും എനിക്കുറപ്പാണ് നാളെയോ മറ്റന്നാളോ UDF ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ. മാത്രമല്ല, അക്കാര്യത്തിൽ 1 മാസം മുമ്പ് തന്നെ KPCC യോഗം ധാരണ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരം എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് VD സതീശൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ ഒരു പടി UDF തന്നെയാണ് മുന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ PV അൻവറിന്റെ അതിശക്തമായ പിന്തുണ UDFനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല, അൻവറുമായി UDF ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അടുത്ത തെരഞ്ഞെടുപ്പിൽ KT ജലീലിന്റെ തട്ടകമായ തവനൂരിൽ നിന്ന് അൻവർ മത്സരിക്കും എന്നതാണ്. അതുകൊണ്ട് UDFനെ ഏത് നിലയിലും വിജയിപ്പിക്കാൻ അതിൽ ഞാനൊരു വിയോജിപ്പോട് കൂടി ചോദിക്കട്ടെ. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള CPMനെ സംബന്ധിച്ചുള്ള ഇത് പ്രസ്റ്റീജ് വിഷയമാണ്. ഇത് UDF ജയിച്ചാൽ, അത് അൻവറിന്റെ പിന്തുണയോടുകൂടി UDF ജയിച്ചാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ നിസാരമാക്കി കണക്കാക്കുമോ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ? നമ്മുടെ
PT തോമസിന്റെ മണ്ഡലത്തിൽ 1 മാസത്തോളമാണ് മുഖ്യമന്ത്രി തമ്പടിച്ച് പ്രചരണം നടത്തിയത്. എന്നിട്ട് എന്തുണ്ടായി? നിലമ്പൂരിലേക്ക് ഇടതുപക്ഷവും മന്ത്രിസഭയും മൊത്തം വരട്ടെ, ഞാൻ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കാമെന്ന വെല്ലുവിളി അൻവർ എത്ര നാളായി തുടങ്ങിയിട്ട്. അതുപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അൻവറിന്റെയും UDFന്റെയും സ്വാധീനം തകർക്കാൻ ഇടതുപക്ഷത്തു നിന്ന് നീക്കമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. M സ്വരാജിനെ പോലെ പാർട്ടിയിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് നിലമ്പൂരിൽ ഉണ്ടായിട്ടും ഷബീറിനെയും തോമസ് മാത്യുവിനെ പോലുള്ള ഒരുപാട് മുമ്പ് മത്സരിച്ച ആളുകളെ തന്നെ തേടി നടക്കേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് റെജിൽ കോസിലേക്ക് ഞാൻ പോകാം. പക്ഷേ എന്തിന് CPM അത് ചെയ്യണം? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ വിട്ടുകളിക്കാവുന്ന ഒരു കളിയാണോ? ഈ തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പോലും വലിയ തരത്തിൽ അവകാശവാദങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു നിസാര പോരാട്ടത്തിന് മതി എന്ന് ഇടതുപക്ഷം അങ്ങനെ തീരുമാനിക്കുമോ? ഈ ഒരുപക്ഷെ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊക്കെ താങ്കൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണെങ്കിലോ? ഇടതുപക്ഷം ശക്തമായ മത്സരം നിലമ്പൂരിൽ നടത്തുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അൻവറുമായും UDFുമായും കോൺഗ്രസുമായി ഏറ്റുമുട്ടി വിജയിക്കാനുള്ള വോട്ടുകൾ നേരത്തെ തന്നെ CPMനില്ല. നിലമ്പൂരിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥികളുടെ LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കും. സഖാവ് കുഞ്ഞാലിയാണ് ആദ്യം ജയിച്ചത്. പിന്നീട് TK ഹംസ 2000 വോട്ടിനാണ് ജയിച്ചത്. അത് അന്ന് മുസ്ലിം ലീഗുകാർ വോട്ട് മാറി ചെയ്തത് കൊണ്ടാണ് എന്ന് എന്നെ പോലുള്ളവർ കൃത്യമായി മനസ്സിലാക്കും. പിന്നീട് വയനാട് മണ്ഡലത്തിൽ ഒറ്റക്ക് നിന്ന് 1 ലക്ഷം വോട്ട് നേടിയപ്പോഴാണ് PV അൻവറിന്റെ പിന്നാലെ CPM പോയത്. അൻവർ സ്വന്തം നിലയിലാണ് നിലമ്പൂരിൽ വിജയിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. ആദ്യം അദ്ദേഹത്തിന്റെ വോട്ട് ഭൂരിപക്ഷം 11,000 ആയിരുന്നു. രണ്ടാമത് വെറും 1 മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. എന്നിട്ടും അദ്ദേഹത്തിന് 2700 വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞത് അൻവറിന്റെ മാജിക്കുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ KP റഹ്മത്തുള്ള, ഞാൻ തിരികെ എത്താം. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഈ വരുന്ന ഇത്രയും പറഞ്ഞു വന്ന ശ്രീ N ശ്രീകുമാർ ആണെങ്കിലും അൻവർ ആണെങ്കിലും ശ്രീ KP റഹ്മത്തുള്ളയാണെങ്കിലും ഈ ഒരു 3 പോയിന്റാണ്. ഒന്ന്, അൻവറിന്റെ സ്വാധീനം തള്ളിക്കളയാൻ കഴിയില്ല. അൻവറിന് അവിടെ സ്വാധീനമുണ്ട്. വോട്ട് അൻവറിന് നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 2, ആര്യാടൻ ഷൗക്കത്തിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊള്ളാവുന്ന ഒരാളെ കോൺഗ്രസിൽ നിന്നോ UDFനോ നിന്നോ ഇടതുപക്ഷത്തിലേക്ക് വരില്ല. അങ്ങനെ ഒരു ഇടത് സ്വതന്ത്രനാണെങ്കിൽ അതൊരു പക്ഷേ ഇതിനു മുൻപ് പയറ്റിയ തന്ത്രങ്ങൾ അവിടെ നടക്കുകയില്ല. മൂന്നാമത്തത്, ഇടതുപക്ഷത്തിന് ഒരു കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൊണ്ടുവരാൻ പറ്റുന്ന നേതാക്കന്മാരുണ്ടായിട്ട് പോലും അതിലേക്ക് ഇടതുപക്ഷം കടക്കാത്തത് ഈ തെരഞ്ഞെടുപ്പ് നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ്. മറുപടി അതിനുള്ള മറുപടി വളരെ വ്യക്തമാണ്. അതിനുള്ള മറുപടി നിലമ്പൂരിലെ വോട്ടർമാർ തരും. എന്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്നുള്ള ചിന്തയാണ് നിലമ്പൂരിലെ ഇന്ന് വിവിധ മാധ്യമങ്ങളുടെ മൈക്കുകളിലൂടെ അത് പ്രകടിപ്പിച്ചു അവിടുത്തെ ജനങ്ങള്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോടും ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സാറിനോടും ഒരു കാര്യം പറയാം. ജൂലൈ 4-ാം തീയതി തങ്ങളുടെ പരാജയം ഇത്ര കനത്ത രീതിയിലായത് എന്തുകൊണ്ടെന്നുള്ളതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് ഇപ്പം മുതലേ കണ്ടെത്താം. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് എന്തുകൊണ്ട് ഞങ്ങൾ ജയിക്കും, എന്തുകൊണ്ട് അവിടെ UDF ജയിക്കുന്നതിനെ കുറിച്ച് അക്ഷരം പോലും ഇല്ല. അദ്ദേഹം BJPയെ പഴി പറഞ്ഞും CPMനെ പഴി പറഞ്ഞുമാണ് ദീർഘനേരം സംസാരിച്ചത്. നിങ്ങളൊരു ജനങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ജയിക്കും, എന്തുകൊണ്ട് വോട്ടർമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നതിനെ കുറിച്ച് അക്ഷരം പോലും പരിണതപ്രജ്ഞനായ ശ്രീകുമാർ സാറിനോട് പറയുന്നില്ല. ശ്രീകുമാർ സാർ എന്നെ ചോദിച്ചു. ഞാൻ ശ്രീകുമാർ സാർ എന്നെ കൂടെ ചേർത്താണ് പറഞ്ഞത്. വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ പാളിയത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ എന്ന് എടുത്തെടുത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ടില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. വികസനങ്ങൾ പാളി എന്നുള്ള ശ്രീകുമാർ സാറിന്റെ നിരീക്ഷണമാണ് അബ്സല്യൂട്ട്ലി റോങ് എന്ന് പറയുന്നത്. കാരണം ശ്രീകുമാർ സാറിനോട് ഞാനത് ചോദിക്കട്ടെ, കേരളത്തിൽ വികസനം ഉണ്ടായിരുന്നു ശ്രീകുമാർ സാറിന് പറയാൻ പറ്റുമോ? കേരളത്തിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല നിലമ്പൂർ പോയി ശ്രീകുമാർ സാറിന് പ്രസംഗിക്കാൻ പറ്റുമോ? റഹ്മത്തുള്ളയുടെ തട്ടകമായ മലപ്പുറത്തുകാരനായ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള നിലമ്പൂർ പോയി പ്രസംഗിക്കാൻ പറ്റുമോ? അദ്ദേഹം തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വികസനം വന്ന മണ്ഡലങ്ങളിലൊന്ന് നിലമ്പൂരാണെന്നുള്ളവരും. അത് MLA ഫണ്ടിൽ നിന്ന് കൂടാതെ ജനങ്ങളുടെ സർക്കാരിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് വികസിപ്പിച്ചത്. ഞാൻ ആ ചർച്ച തുടക്കത്തിന് പറഞ്ഞു അത് നിലമ്പൂരാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരെങ്ങനെയാ പറഞ്ഞത് വികസന കാര്യത്തിൽ പാലിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരേ സമയം 2 കാര്യങ്ങൾ പറയുക.
രണ്ട് വൈരുദ്ധ്യങ്ങൾ അല്ല ശ്രീ റെജിലുക്കോസ്, അത് ആ അവകാശവാദം അൻവർ അങ്ങ് എടുക്കുമല്ലോ. അത് അൻവറിന്റെ മണ്ഡലമായിരുന്നു, അത് അൻവർ അങ്ങ് എടുത്തു. അൻവർ മറ്റേ പാളയത്തിലും പോയി. ഇതിനി അൻവർ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടു എന്ന് പറയാൻ ആ തരത്തിൽ ശക്തനായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നാണ് ശ്രീ റഹ്മത്തുള്ള അദ്ദേഹം വെല്ലുവിളി പോലെ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ആശ്വാസം കൊണ്ട് അദ്ദേഹം പറയുന്നത്. കാരണം ഞങ്ങള് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ കൊണ്ട് തങ്ങൾ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന പറഞ്ഞ UDF ഒരു സ്ഥാനാർത്ഥി എവിടെ അതിനുള്ള ആൻസർ അദ്ദേഹം പറയട്ടെ. LDF ഇപ്പൊ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിക്കുമെന്ന് വിചാരിച്ചു. ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദുർബലൻ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ LDF ജയിച്ചു കയറും. അതിന് കാരണം ഇതേ ഉള്ളൂ, അവിടുത്തെ ഓരോ വോട്ടും അൻവർ വിരുദ്ധ വോട്ടായിരിക്കും. ഒരു സംശയം ഇവിടെ ബഹുമാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പത്മകുമാറിന് ഒരു നിരീക്ഷണം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ലക്ഷ്യം വേണ്ടിയോ? അവര് സ്ഥാനാർത്ഥി നിർത്താത്തത് അഡ്ജസ്റ്റ്മെന്റ്. അത് ശ്രീകുമാർ സാർ പറഞ്ഞു. വാസ്തവത്തിൽ പത്മകുമാർ എന്താ പറഞ്ഞേ, എന്തിനാണ് ഈ ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചൊരു ഇലക്ഷനാ, അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം പോലും എടുത്തിട്ടില്ല. അവരിപ്പോ തീരുമാനം എടുത്തിട്ട് പോലുമില്ല. അപ്പൊ അതിന് പോലും മറുപടി പറയാതെ കണ്ട് LDF-നെയും BJP കണക്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ശ്രീ റെജിലുക്കോസ് അതാണ് ശ്രീ റെജിലുക്കോസ് കോൺഗ്രസ് പറയുന്നത് അതാണ്. CPM-ഉം BJP-യും ഒരേ കാര്യം പറയുന്നു. പാലക്കാട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരേ കാര്യം ഇപ്പോഴും പറയുന്നു എന്നാണ് ആരോപണം. അല്ല, അവരുടെ അത് തന്നെയാന്നേ. നിങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ ഒന്ന് കാണൂ. ഏതാണ്ട് 1.25 ലക്ഷം വരുന്ന നിലമ്പൂരിലെ വോട്ടർമാര് ഈ കേരളത്തിന്റെ വികസന പദ്ധതികളിലൂടെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ആരോഗ്യ മേഖലയിലാണെങ്കിലും പിന്നെ സ്കൂൾ ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും റോഡിന്റെ കാര്യത്തിലായാലും ആരോഗ്യ പരിരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ MLA രാജിവെച്ചു പോയിരിക്കുന്നു. ആ രാജിവെച്ചു പോയ MLA കണക്ക് തീർക്കിയല്ലേ അവര്. അതല്ലേ വോട്ടർമാരെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. വോട്ടർമാരുടെ മനസ്സോട് വായിക്കേണ്ടത്. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് മാത്രം അല്ല ശ്രീ റെജിലുക്കോസ്, അതൊക്കെ പറയാൻ ഒരു ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ ഉള്ള സമയമുണ്ടല്ലോ. അത് ചെയ്തില്ലല്ലോ എന്ന് ശ്രീ റഹ്മത്തുള്ള അദ്ദേഹം പാർട്ടി പ്രതിനിധിയല്ലോ. നിലമ്പൂർ സ്വദേശിയായ സ്വരാജിനെ പോലെയുള്ള പേരുകൾ അവിടെ വരികയില്ല, അതിലേക്ക് ഇടതുപക്ഷം കടക്കുകയില്ല എന്ന് അത്ര ആത്മവിശ്വാസത്തോടൊക്കെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അല്ല, കേരളത്തിൽ എല്ലായിടത്തും പോയി സ്വരാജിന് മത്സരിക്കാൻ പറ്റില്ല. സ്വരാജിന്റെ നിയോജകമണ്ഡലം തൃപ്പൂണിത്തുറയാ. അത് അദ്ദേഹം പറഞ്ഞത് ഭയന്നിട്ടാ. എനിക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ശ്രീകുമാർ സാറിനോട് എനിക്ക് ചോദിക്കട്ടെ, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് MLA ഇന്ന് ന്യൂസ് 18-ലെ മാധ്യമത്തിനോട് പറഞ്ഞ ഒരു ബൈറ്റ് ഉണ്ട്. അത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. കാരണം അറിയോ, ഇന്നലെ ഇന്നുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സഹിതം നിരവധി ചെറുപ്പക്കാരെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിൽ ഷാൾ അണിയിച്ച് മെമ്പർഷിപ്പ് കൊടുത്ത് ആ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ അണികളെ പോലും സംസ്ഥാന സെക്രട്ടറിയെ പോലും പിടിച്ചു വെക്കുക അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങളെ കൂട്ടി കണക്ട് ചെയ്തത്? നിങ്ങളത് അവർ പോയത് എന്തിനാ? മോഡിജിയുടെ വികസനത്തിൽ ഞങ്ങൾ ആകർഷകരായി. കോൺഗ്രസിന്റെ രക്ഷയില്ല. കോൺഗ്രസിന്റെ ഒരു തകർച്ച അടുത്ത 2026-ൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നതിന്റെ ആദ്യത്തെ സൂചനയായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഞാൻ ഒരു ഒറ്റ കാര്യം, നിങ്ങളുടെ KPCC പ്രസിഡന്റിനോട് ഇന്ന് മാധ്യമങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതെന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ശ്രീകുമാർ സാർ അത് കേട്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യം. അതൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നതാണ്. അദ്ദേഹം എന്താ പറയുക, അതേ ചോദ്യങ്ങൾക്കെല്ലാം മറുചോദ്യം ചോദിച്ചേ. എന്നാൽ അവരുടെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ അവരുടെ കൺവീനറായിരുന്ന MM ഹസൻ ഇവര് കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഒറ്റ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുന്ന പറഞ്ഞേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല? അപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് വിട്ടുതരൂ. ദുർബലനായ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് ജയ എളുപ്പമല്ലേ, പിന്നെ നിങ്ങൾ ഇതിനെ അതിനെക്കുറിച്ച് പറയുന്നത്? ഇവിടെ റഹ്മത്തുള്ള സാറ് പറഞ്ഞ 1-2 നിരീക്ഷണങ്ങൾ എനിക്ക് കൗതുകമായിട്ട് തോന്നി. PV അൻവറിന്റെ ജനകീയ അടിത്തറ ആയിരിക്കും ഇവിടെ വിലയിരുത്താൻ പോണത്. 100% തന്നെ സാറേ. PV അൻവർ എവിടെ നിൽക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, PV അൻവറെ എന്തുകൊണ്ടാണ് UDF-ലേക്ക് അവർ കണക്ട് ചെയ്യാത്തത്, അവർ കൂട്ടിച്ചേർക്കാത്തതിന് കാരണം? ഇപ്പോഴയാളെ കളിപ്പിക്കുമല്ലേ, ഞങ്ങൾ ഉടനെ തീരുമാനം എടുക്കും. ഇത് പറയാത്തതുകൊണ്ട് നാളെത്രയായി? PV അൻവർ ഗതി കിട്ടാത്തൊരു പ്രേതം പോലെ അരഞ്ഞു തിരിച്ച് നടക്കുക. മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാതായി. കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. PC ജോർജിന് പിന്നെയും കുറച്ചുകൂടെ പ്രസക്തിയുണ്ട്. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഇപ്പൊ കൂടെ നിർത്തുന്നത് എന്തുകൊണ്ടാ? പരാജയം ഉറപ്പാക്കാനും വേണ്ടി മാത്രമാണ്. കാരണം എന്നിട്ട് PV അൻവറിനോട് പറയും താങ്കളുടെ സാന്നിധ്യം തോറ്റെന്നുള്ളവർ. ഞാൻ ഈ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞു, PV അൻവറിനോടുള്ള ഒരു എതിർപ്പായിരിക്കും അകാലത്തിൽ. അതും ദിവസം ഭരിച്ചു കാലാവധി കഴിഞ്ഞ് 1 വർഷമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച് മഴക്കാലത്ത് അടിച്ചേൽപ്പിച്ച
കോടിക്കണക്കിന് ഓക്കെ ശരി ശ്രീ റജീവ് കോസ, ഏതായാലും ഇനി മണിക്കൂറുകളുണ്ട്, നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള ശ്രീ JR പരമകുമാർ ഒരു പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആ തരത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആൾ താങ്കളാണ്. പക്ഷേ ഈ CJP എന്നുള്ളൊരു വാദത്തിലായിരിക്കും ഇനി UDF നിൽക്കുക എന്നുള്ള തർക്കമില്ല. അത് CPM-ന് അത് പ്രതിരോധിക്കുക, അത് ഏത് തരത്തിൽ അവരുടെ ഭാഗം നിന്നുണ്ടാകും. പക്ഷെ BJP-യെ സംബന്ധിച്ചോളം BJP ഇനിയുള്ള വർഷങ്ങളിൽ ഈ നിലയിൽ നിന്ന് ഏത് തരത്തിലേക്ക് വരണമെന്നൊക്കെ കൃത്യമായ പ്ലാനോടുകൂടി പുതിയ അധ്യക്ഷൻ വരുമ്പോഴും പറഞ്ഞ പോലെയുള്ള മിഷൻ, ആ തരത്തിലുള്ള മിഷനൊക്കെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ തോറ്റാലും ജയിച്ചാലും മത്സരരംഗത്ത് ഇറങ്ങണമല്ലോ. മത്സരരംഗത്ത് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം പോലും ഈ മണിക്കൂറുകളിൽ BJP കാണിച്ചത് വലിയ വിമർശനങ്ങൾ അകത്ത് തന്നെ ഉണ്ടാക്കില്ലേ? അല്ല, ശ്രീകുമാർ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ മത്സരിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള പ്രസക്തിയും അതിന് മറുപടി പറയേണ്ട ആവശ്യവും വരുന്നത്. ഇപ്പം അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അവിടെ എന്ത് വേണമെന്നുള്ള കാര്യം NDA തീരുമാനിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് ഏകദേശം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഏകദേശം ഒരു 10 മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഷ്ടിച്ച് 1 വർഷം പോലും നിലവില്ല. അപ്പോൾ ഈ ഒരു അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അല്ലെങ്കിൽ അൻവറിൻ്റെ പ്രേരണയോടുകൂടി വന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു UDF ജയിച്ചാലും LDF ജയിച്ചാലും കേരളത്തിൻ്റെ വികസനത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികസനം കേരളത്തിൽ നടപ്പാക്കുമോ എന്ന് വെച്ചാൽ അത് ആ ഒരു ചർച്ച വരാൻ സാധ്യതയില്ല, അതിന് യാതൊരു സാധ്യതയില്ല. ഇനി രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ UDF-ൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി UDF ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് രാഷ്ട്രീയം. പിന്നെ പാലക്കാട് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ ഞങ്ങൾ 2ാം സ്ഥാനത്ത് നിന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രചരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 4-5% ഒരു തവണയാണ് ഏകദേശം ഒരു 9% വോട്ട് പിടിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പം ഗണ്യമായ രീതിയിൽ ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. വോട്ട് വർധനവ് ഉണ്ടാക്കി കണക്ക് കാണിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർ പറയും ഇപ്പം UDF എന്ത് തീരുമാനിക്കണം, LDF എന്ത് തീരുമാനിക്കണം, സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അൻവറിൻ്റെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. അൻവർ ഇപ്പോൾ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അൻവറിൻ്റെ ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആളുകളെല്ലാം അങ്ങോട്ട് ചെല്ലുന്നത്. അൻവർ ഈ നിയമസഭയിൽ വന്നതിന് ശേഷം ഈ പിണറായിയുടെ 2ാം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആ നിയമസഭയിൽ വന്ന സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി. ഏറ്റവും അവസാനം UDF-ൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ഈ UDF-നെ കുറിച്ചും LDF-നെ കുറിച്ചും മാറി അതാണ് ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു നേതാവാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷ പോലെയാണ്, എപ്പോഴും എങ്ങോട്ട് തിരിയുമെന്നുള്ളത് നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ BJP-യെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രം എടുക്കുന്ന നിലപാടാണ്. അതിനൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരും നിലനിൽക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ നിൽക്കണമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇതിനൊരു രാഷ്ട്രീയമായൊരു ഒരു പ്രാധാന്യവുമില്ല. ഇനി 9 മാസം 10 മാസം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഭാവി എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പാസീവായിട്ടുള്ള നിലപാട് BJP എടുക്കുന്നു എന്ന് പറയാൻ വയ്യ. ചേലക്കര ഒരുപക്ഷെ നിങ്ങൾക്ക് തൃശ്ശൂർ തൊട്ടടുത്ത് കടന്നു, അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്, അതുകൊണ്ട് BJP അവിടെ എന്തായാലും മത്സരിച്ചു. പാലക്കാട് കൂടുതൽ അനുയായികൾ ഉണ്ടായി. പക്ഷെ പുതുപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങിയ ഒരു പാർട്ടിയാണ് BJP. ഈ തരത്തിൽ ഒരു ആശയക്കുഴപ്പം മാറി നിൽക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കെട്ടിവെച്ച പണം പോലും നിങ്ങൾക്ക് പുതുപ്പള്ളിയിൽ പോയി. പക്ഷേ എന്നിട്ടും നിങ്ങൾ അന്ന് കാണിക്കാത്ത ഈ മടി എന്തുകൊണ്ടാണ് നിലമ്പൂരിലുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞത് അവരുടെക്ക് മനസ്സിലായില്ലേ? അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അത് എത്രയോ കാലം മുന്നേ, ഇത് ഞാൻ പറഞ്ഞ ഒരു 9 മാസം പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കില്ല. അല്ല, അതിപ്പോ BJP ജയിച്ചാലും ഇല്ലെങ്കിലും സർക്കാർ രൂപീകരണത്തിലൊന്നും ഒരു പ്രാധാന്യം വഹിക്കാനില്ല. ശ്രീ JR പരമകുമാർ, BJP ജയിച്ചാലും തോറ്റാലും കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിൽ ഒരു പങ്കുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു രാഷ്ട്രീയ ശക്തി തെളിയിക്കുക എന്നുള്ളൊരു പ്രധാനമല്ലേ? BJPയുടെ പ്രധാന ഗോള് തന്നെ അതല്ലേ? അല്ല, അവരുടെ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം
അല്ല, ഞങ്ങളൊരു മുന്നണി സംവിധാനത്തിൽ, ചെറുതായാലും വലുതായാലും മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ BJP അല്ല തീരുമാനം എടുക്കേണ്ടത്, NDA ആണ് തീരുമാനം എടുക്കേണ്ടത്. NDA തീരുമാനം എടുക്കും എന്നുള്ള കാര്യം, അത് എന്ത് തീരുമാനം എടുക്കുന്നു 1-2 ദിവസത്തിനകം അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചർച്ച ചെയ്യാം. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്നില്ലെന്നോ മത്സരിക്കുമെന്നോ പറയാൻ ഞാൻ ആളല്ല. ഞങ്ങൾ NDA കൂടട്ടെ, NDA കൂടിയതിനു ശേഷം തീരുമാനം എടുക്കുമ്പോൾ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. അതുവരെ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നൊരു ധാരണ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയോട് എനിക്ക് താല്പര്യമില്ല. അത് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, അതിൽ കൂടുതൽ എന്താ പറയുക? നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ അതിന് വെയിറ്റ് ചെയ്യാനാണല്ലോ. ഇതിന്റെ ഒരു അന്തിമ രൂപം എന്താകുന്ന ശ്രീ N. ശ്രീകുമാർ, സമയം ഇനിയുമുണ്ട്. പക്ഷേ നേരത്തെ ശ്രീ റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഇടതുപക്ഷം ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. ഇതിൽ നിന്ന് ഏകദേശം ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞ് BJPയും ഏത് തരത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാഹചര്യം, അതായത് UDFന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കാൻ നിൽക്കുമോ ഈ രണ്ട് മുന്നണികളും എന്നുള്ളൊരു ചോദ്യമല്ലേ? അതായത് കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള പൊതുവികാരം രണ്ട് ഇടതു മുന്നണിയും NDAയും മനസ്സിലാക്കിയിരിക്കുന്നു. അതാ ഒന്നാമത്തെ കാര്യം. BJP മത്സരിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം എങ്ങനെ വന്നു? BJP ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പില് ഇവിടെ നിലമ്പൂരിലത്തെ പോലെ ഒരു ആശയക്കുഴപ്പം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലല്ലോ. ഇപ്പൊ അത് ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാണ്ട് പത്മകുമാർ അവിടെ മത്സരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. BJPയുടെ ആശയക്കുഴപ്പമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് അവർ തീരുമാനിക്കേണ്ട അവരുടെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചത്, 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചത് ശ്രീ പത്മകുമാർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം അസംബ്ലിയിൽ ആക്ഷേപം ഉന്നയിച്ചു. അത് സംബന്ധിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത്, എന്നോട് CPMന്റെ നേതാക്കളെ പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഉന്നയിക്കാൻ, ഞാനത് ഉന്നയിച്ചു, ഞാനത് പ്രതിപക്ഷ നേതാവിനോട് ഖേദം പ്രകടിപ്പിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രമാത്രം ഒരു നിലപാടില്ലാത്തൊരു നേതാവാണോ അൻവർ? ശ്രീകുമാർ അത്രമാത്രം നിലപാടില്ലാത്ത ഒരാളാണോ? ആരെങ്കിലും ചാടിക്കളിക്കാൻ പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ആളാണോ? നിങ്ങളിപ്പം വലിയ താത്വിക ആചാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആള് നാളെ വേറൊരാൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ വേറൊരു ആരോടെ ഉന്നയിക്കും. അപ്പൊ ഇതിലെന്താ പ്രസക്തി? അതായത് പാർട്ടി രാഷ്ട്രീയ തീരുമാനം അന്നങ്ങനെ നടപ്പാക്കി. രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കിയത് ഇപ്പൊ കോൺഗ്രസ്സുകാര് പറഞ്ഞതൊക്കെയാണോ? പറഞ്ഞ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ BJP അവരെ ചില സമയങ്ങളിൽ അവരെ ഉൾക്കൊള്ളാറില്ലേ? അതുപോലെ കണക്കാക്കിയാൽ മതി. ഇവിടെ വേറൊരു വിഷയം ശ്രീ ജെറിജു ലൂക്കോസ് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ BJP കൊണ്ടുപോയി. അത് യൂത്ത് കോൺഗ്രസിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത്. പക്ഷേ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ആള് പത്മകുമാറിന്റെ നാട്ടുകാരൻ മിനിങ്ങാന്ന് BJP ചേർന്നു. അദ്ദേഹം പക്ഷെ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ CPMന്റെ ലോക്കൽ കമ്മിറ്റിയിൽ ഇന്ന് രാവിലെ വരെ പ്രവർത്തിച്ചു, പക്ഷെ എന്റെ മനസ്സ് BJP ആയിരുന്നു. എന്തായാലും അതെന്തായാലും യൂത്ത് കോൺഗ്രസിലല്ലോ. അതവിടെ നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാല്, ഇവിടെ വേറൊരു വിഷയം എന്താ വെച്ചാല്, ഈ നിലമ്പൂരിലെ BJPയുടെ വോട്ട് അവരെ മത്സരിച്ചാലും ഇല്ലെങ്കിലും മത്സരിച്ചില്ലെന്ന് തന്നെ വെക്കുക. കാരണം ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ അവർ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ സംശയം വരും, BJP വോട്ട് ആർക്കെന്ന് സംശയം വരും. അവിടെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യവും കോൺഗ്രസ് മുക്ത കേരളം എന്ന ഞാനതൊരു സമയപരിമിതികളാണ് ആ തലത്തിലേക്ക്. ഇനി ഏതായാലും ഒരു 20, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം നമുക്കൊരു 24 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ഈ LDFന്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ആരാകും, BJPയുടെ ആശയക്കുഴപ്പം മാറുമോ എന്നുള്ളത്. ഒറ്റ കാര്യം കൂടിയാണ്, കൂടുവിട്ട് കൂടുമാറുന്ന കഥകളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുഴുവൻ കണ്ടത്. അതാകുമോ, ആ ചിത്രം ഒക്കെ ഉണ്ടാകുമോ വീണ്ടും നിലമ്പൂരിൽ എന്നുള്ളൊരു സംശയവുമില്ല. അതിൽ ഏതെങ്കിലും പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചത് നിലമ്പൂർ LDF സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്നാണ്. ആകും, 79% പ്രേക്ഷകരും പറയുന്നു. പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടാകും വിലയിരുത്തലെന്ന് പറയേണ്ടത് ഇടതുപക്ഷമാണ്. അത് ആ തരത്തിൽ ഒരു വാക്ക് ഇടത് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന് PV അൻവർ പോലും പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. വളരെയധികം നന്ദി ശ്രീ JR പത്മകുമാർ, N. ശ്രീകുമാർ, റിജി ലൂക്കസ്, ഒപ്പം ശ്രീ KPO റഹ്മത്തുള്ള പ്രൈം ഡിബേറ്റിനൊപ്പം ചാനൽ. നമസ്കാരം.